ഷെയ്ഖുൻ നുജൂം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും ഇശാക്ക് വല്ലുഹ വല്ലയിലും മലന്നസ്വ സൂറത്താണ് ഓതല്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് കരുതി ഉസ്താദിന് സൂറിന്റെ സൂറത്തൊന്നും അറിയില്ല, കുട്ടിക്കാലല്ലേ, വെറും വല്ലുഹ വല്ലയിലും. അതോ വളരെ സ്പീഡുള്ള നിസ്കാരമായിരിക്കും കാണുക. അഥവാ വളരെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാക്കൊക്കെ നിസ്കാരമല്ല, കുറേ ആള് അങ്ങനെ നിസ്കരിക്കാനും പാടില്ല. ഇസ്ലാമിന്റെ മസല അങ്ങനെയാണ്. മൗമൂമിങ്ങളെ മനസ്സിലാക്കിയിട്ട് പബ്ലിക് നിസ്കാരത്തിൽ എങ്ങാനും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നത് 3-ൽ പറയാൻ പാടില്ല. അങ്ങനെ പറയണമെങ്കിൽ മൗമൂമിങ്ങളോട് സമ്മതം ചോദിക്കണം. ഞാൻ എന്താവട്ടെ പറയട്ടെ എന്ന് സമ്മതം ചോദിക്കണം. മൗമൂമിങ്ങൾ മൗനം ദീക്ഷിച്ചാലും പോരാ. ആത്തിമത്തുൽ മുഹദ്ദിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളോട് നീട്ടിക്കോളി എന്ന് പറയണം. മാത്രം പോരാ, ആ പള്ളിയിൽ മറ്റാരും നിസ്കരിക്കാൻ വരാത്ത സ്ഥലമാവണം. ആ പള്ളിയിൽ കുട്ടികള് രോഗികളില്ലാത്ത സ്ഥലമായിരിക്കണം. എന്നാൽ ഷെയ്ഖുൻ നുജൂമിന്റെ പബ്ലിക് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായ ജീവിതമായിരിക്കും. ഇപ്പോ നാഷണൽ ഹൈവേന്റെ ഓരത്തുള്ള പള്ളിയിൽ, റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പള്ളിയിൽ, അല്ലെങ്കിൽ മറ്റ് ടൗണുകളിലെ പള്ളിയിൽ നിസ്കാരത്തിന് ശേഷമുള്ളത് നീട്ടി തുറക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രക്കാർ വരുന്ന പള്ളിയിൽ അവിടൊക്കെ നിസ്കാരത്തിന്റെ ശേഷം വളരെ ചെറിയ ദുആയിരിക്കണം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. 1-2 മിനിറ്റ് കൊണ്ട് വളരെ ഖുതുബ വളരെ ചുരുക്കം. എന്നാലോ ദുആ മത്ലൂബായി വരുന്ന ലക്ഷ്യങ്ങളുണ്ട്. റമളാൻ 27-ാം രാവ് അവിടെ എന്തിനാ തുറക്കണത്? അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി എന്ന് പറയാൻ പാടില്ല. അവിടെ എന്ത് പറയണം? നീട്ടി തുറന്നാല് കഴിഞ്ഞ റമളാൻ 27-ാം സംഭവം ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2:30 അവസാനിപ്പിക്കും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുമായിരുന്നു കഴിഞ്ഞ റമളാന്, വെള്ളിയാഴ്ച രാവ്. അപ്പം ഇത് കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തുനിന്ന് മംഗലാപുരത്തൊക്കെ വരുന്ന ഖത്തീമാർക്ക് ജുമാക്ക് പോകണമെങ്കിൽ, അത്താഴം കിട്ടണമെങ്കിൽ 2:30 അവസാനിപ്പിച്ചേ പറ്റൂ. അപ്പോൾ 2:20-നാണ് ദുആ തുടങ്ങിയത്. 2:30 നിർത്തി 10 മിനിറ്റ് ദുആയിരുന്നിട്ടും എല്ലാവരും പോയിക്കൊള്ളട്ടെ എന്നാ കരുതിയത്. അങ്ങനെ അത് കഴിഞ്ഞ് സുബഹിക്ക് മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് വന്നു. ഗ്രാൻഡ് മസ്ജിദ് 3 നില നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ആൾക്കാർ. അപ്പം കരുതി ഇവരൊക്കെ നിസ്കാരം സുബഹിക്ക് അല്ലാഹ് കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും സാധാരണ സുബഹി നിസ്കരിക്കാറുള്ളത്. സുബഹി ബാങ്ക് കൊടുത്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാ സുബഹി നിസ്കരിക്കാറുള്ളത്. അന്ന് പെട്ടെന്ന് പറഞ്ഞു സുബഹി ബാങ്ക് കൊടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേഗം നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം ധാരാളം ഉസ്താദുമാരുള്ളതല്ലേ, അവർക്കൊക്കെ ദൂര ദിക്കുകളിൽ പോകേണ്ടതല്ലേ. അപ്പൊ അവിടെ പിന്നെ എനിക്ക് തോന്നി, പടച്ചവനെ ഇന്നലെ രാത്രി ഇല്ലല്ലോ, ദ്വാരക്കാത്തോട് ആരെങ്കിലും ഒക്കെ വിഷമം ഉണ്ടാകുമല്ലോ എന്ന് കരുതി. അങ്ങനെ കരുതിട്ട് ആ ദ്വാ ഒരു 1.5 മണിക്കൂറായി. പോണലൊക്കെ പോയിക്കോട്ടെ, നിസ്കാരം കഴിച്ചിട്ടുണ്ടോ? 7:30 മണി ഒറ്റ കുട്ടി പോകാതെ നിങ്ങളാ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ വന്ന സുബഹിക്ക് ആലോചിച്ചു. അപ്പൊ ഞാൻ അപ്പോഴാലോചിച്ചു, താജുലുമ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. താജും എല്ലാ 26-ാം രാവിലും പറയും, ഈ വേദിയിലുള്ള ആളുകളല്ല, സദസ്സിലുണ്ട് കുറെ മുഅ്മിനീങ്ങൾ. എന്നാ അത് കഴിഞ്ഞു. അതിൽ ചില ആളുകൾ അത് കഴിഞ്ഞ് കണ്ട് കോർണീഷ് പള്ളിയിൽ വന്നിരിക്കുകയാണ്. റമളാൻ 29 രാവ് കഴിഞ്ഞിട്ട്. അപ്പൊ അവിടെയാണ് ദുആക്ക് ലക്ഷ്യം വെച്ച് വരുന്ന, ദുആക്ക് മത്ലൂബായി വരുന്ന, അതാണ് ദുആന് ലക്ഷ്യമുള്ള സദസ്സാണെങ്കിൽ അവിടെ ജനങ്ങൾക്ക് മനസ്സമാധാനം വരുന്ന അത്രയും ദുആന് കൊടുക്കണം. അതേ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും ആണ് ലക്ഷ്യമെങ്കിൽ അവിടെ നിസ്കാരത്തിനാണ്, ജുമാക്കാണ് വരുന്നത്. ജുമാന്റെ ശേഷം വളരെ അവസാനിക്കുക ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ശദീദുൽ ബത്ശി വൽ ബുർഹാൻ. മുഖം ചൊല്ലുമ്പോഴേക്ക് ആൾക്കാർ പോകേണ്ടടുത്ത് പോകും. അവിടെ 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റിലപ്പുറം ഒറ്റ പ്രസംഗം അവിടെ പാടില്ല. കാരണം ജനങ്ങളെ കയറില്ലാതെ കെട്ടിടാൻ പാടില്ല. ആയതുകൊണ്ടാണ് സുന്നികളുടെ ജുമാകൾ ഇന്ന് ഇത്രയും ശ്രദ്ധേയമാകുന്നത്. എടവണ്ണ പള്ളിയിൽ മഹാനായ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദ് പള്ളിക്കുറ്റിയടിച്ചപ്പോ AP അബ്ദുൽ ഖാദർ മൗലവി RD-യോട് ചെന്നിട്ട് പറഞ്ഞു, ഒരു സുന്നി പോലും ഇല്ലാത്ത സ്ഥലത്ത്, എന്നോട് RD നേരിട്ട് പറഞ്ഞതാണ്, ഒരു സുന്നിക്ക് പള്ളി ഉണ്ടാക്കണത് അത് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കലാണ്, അതിന് പെർമിഷൻ കൊടുക്കാൻ പാടില്ല എന്നറിയാം. അപ്പൊ RD നന്നായി മറുപടി അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം കൊടുക്കണം. ഒരു മുജാഹിദും ഇല്ലാത്ത സ്ഥലത്ത് അവിടെ മുജാഹിദിന് പള്ളി ഉണ്ടാക്കാം പാടില്ല, അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ പാസ്സാക്കുക. അല്ല, അത് പറ്റൂല. അപ്പൊ എനിക്കത് കുഴപ്പമില്ലോ. അങ്ങനെ പള്ളി ഉണ്ടാക്കി, ഒരൊറ്റ സുന്നി അവിടെ ഇല്ലല്ലോ. അങ്ങനെ പള്ളി ഉദ്ഘാടനത്തിന് വെള്ളിയാഴ്ച രാവാ
അറബി വന്ന് പറഞ്ഞു ഞാൻ ജുമാ കഴിഞ്ഞിട്ടേ പോകുന്നു. കുടുങ്ങിയല്ലോ മനുഷ്യൻ ഒറ്റാള്. അപ്പം വന്ന് കണ്ട് എന്നോടൊക്കെ മതിൽ വന്നിട്ട് പറഞ്ഞു കുട്ടികളൊക്കെ അയച്ചാലപ്പോൾ തീരുമാനിച്ചു പരിസരത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും SSFന്റെ യൂണിറ്റിൽ നിന്ന് SYS ഒരു 10 ആളുകളെ വെച്ചിട്ട് മാഷാ അല്ലാഹ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് പള്ളിയിൽ കൊള്ളാതെ ഇപ്പൊ പുളിക്കല പള്ളികൾ ചെന്ന് നോക്കുക, അതുപോലെ ഇടവണ പള്ളി, ഇവിടെ ഒക്കെ നമ്മുടെ പള്ളികൾ നിറ പെട്ടെന്ന്. ഞാൻ കോർണിഷ് പള്ളിയിൽ, അതുപോലെ തന്നെ ഇവിടെ മൈദിൻ ഗാന്ധി മസ്ജിദിൽ ഞാൻ കോണാമ്പാർന്ന് വിട്ടപ്പോൾ 12 കൊല്ലം അവിടെ ഖുതുബിന്റെ ഉള്ള പ്രഭാഷണം തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ പോന്നപ്പോൾ എനിക്ക് തോന്നി എന്തും കാട്ടാം, ഖുതുബിന്റെ ഉള്ള പ്രഭാഷണം തുടങ്ങി. ഇത് ഞാനെങ്ങാനും വാദപ്പ് മറുപടി ഞാൻ കൊത്തിരുന്ന തുണി ഉത്സവത്തിന് തുണി കഴിച്ചിട്ട് അവർ മുട്ട് മടക്കി കുത്തി കഴിച്ചാൽ തുണി കഴിച്ചിട്ട് കോമുണ്ടാകുമല്ലോ, അവിടെ വലിയ വാശിയാണ്. അപ്പൊ ഞാനും ആദ്യം ക്രാന്തി മസ്റ്റുള്ള മുഴുവൻ ആളുകളും വെച്ചിട്ട് കുറച്ച് കാലം ബാങ്ക് കൊടുക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, വളരെ ചെറിയ ഖുതുബ, വളരെ പെട്ടെന്ന് നിസ്കരിക്കുക, ദ്വാരക്കുക, 4 മിനിറ്റ് പ്രസംഗിക്കുക, അന്നൊന്നും പ്രസംഗിച്ചതിന് കാഫിയ. എന്നിട്ട് കോണംപാറ മുഴുവൻ ആളുകളും കോണംപാറ പള്ളിയിലെ മക്ബറയിലേക്ക് പോവുക, എന്നിട്ട് ഖബറിൽ നിന്നാണ്ട് ഖബർ സിയാറത്താക്കുക. അപ്പൊ അവിടെ നല്ല പ്രസംഗം നടക്കുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് സിയാറത്ത് നടക്കുക. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ വിളിച്ചിട്ടുണ്ട് ഈ പോക്ക് പോയാൽ നമ്മളെ പള്ളിയിൽ നിങ്ങളും ഞങ്ങൾ കമ്മിറ്റിക്കാരുണ്ടാവുള്ളൂ, ആൾക്കാർ മുഴുവൻ ഒടുക്ക് പോകും, താൻ്റെ മസ്ജിദിലേക്ക് പോകും. 3 ആഴ്ച കൊണ്ട് അവർ ആ പ്രസംഗം വേണ്ടെന്ന് നിർത്തിച്ചു. മറുവിഭാഗം 80ാം വാർഷിക സമ്മേളനത്തിൽ 89ാം വാർഷികം കാസർഗോഡ് വെച്ചിട്ട് പ്രഖ്യാപനം നടത്തി. എന്താണ് കാന്തപുരം വിഭാഗത്തെ പിണ്ടം വെച്ച് പുറത്താക്കുന്നത്, അങ്ങനെ പറഞ്ഞില്ലേ, പിണ്ടം വെച്ച് പടിയച്ച് കിണ്ടം വെച്ച് പുറത്താക്കണം. ആ പ്രസംഗിച്ച ആള് അത് കേട്ടപ്പോൾ എല്ലാ വിഷമം തോന്നി. അതിന്റെ തൊട്ടടുത്ത ആ വീടിനോട് ചേർത്ത് ഒരു സ്ഥലം വാങ്ങി, 90 സെന്റ് സ്ഥലം വാങ്ങി. അവിടെയാണ് സാദാത്ത് അക്കാദമി ആദ്യം തുടങ്ങിയത്. പൂക്കോട്ടൂർ ഹൈസ്കൂളിന്റെ പരിസരത്തുമാണ്. അന്ന് ജുമാ തുടങ്ങുമ്പോൾ 5000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും. എന്നിട്ട് ഇവിടുന്ന് പറഞ്ഞു ഇവിടത്തെ ജുമാ 11 മിനിറ്റ് കൊണ്ട് ജുമാ തീരും. ഇവിടത്തെ ജുമാ 11 മിനിറ്റ് കൊണ്ട് ജുമാ തീരും. ഒരു 2-3 ആഴ്ച ഉണ്ടായപ്പോഴേക്ക് പള്ളിന്റെ ഉള്ളും പുറമെ അൽഹംദുലില്ലാ ആ പള്ളി ധാരാളം പള്ളി മൈദിൻ ഹുസൈൻ നൈബാരി മൈദിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അൽഹംദുലില്ലാ ധാരാളം പള്ളികൾ നിർമ്മിച്ചത്. ഒരു 3-4 ആഴ്ച പൂക്കോട്ട് പള്ളി, പള്ളിമുക്ക് പള്ളി, പള്ളിപ്പടി പള്ളി, 3 പള്ളികൾ ഖത്തീമാർ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ എത്തുമ്പോഴേക്ക് സമയം എടുക്കുന്നുണ്ട്, ആയതുകൊണ്ട് ജുമാന്റെ മുമ്പ് പ്രഭാഷണം വേണ്ടാന്ന്. അപ്പൊ നമ്മളിതൊക്കെ മഹാനായ ഷെയ്ഖ്, ഞാൻ എന്റെ സംസാരിച്ചു ഷെയ്ഖുൻ നുജൂം എന്ന് പഠിക്കേണ്ടത് ഷെയ്ഖുൻ നുജൂമിന്റെ ആദത്ത്, ഷെയ്ഖുൻ നുജൂമിന്റെ പുതുവത്ത്, ഷെയ്ഖുൻ നുജൂമിന്റെ മുലാഹലത്ത്, അർഹമുർ റഹീമായ അല്ലാഹ്. അതുവരെ എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഒരു ചാറ്റ്ജിപിടിക്ക് കഴിയില്ല. അതാണ് ഖുർആനിലെ തസ്കിയത്ത്, അതാണ് ഷെയ്ഖുൻ നുജൂമിന്റെ ജീവിതം എന്നത്. അർഹമുർ റഹീമായ അല്ലാഹ് അത് മാതൃകയാക്കി നമുക്ക് ജീവിക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്.